السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തഫ്സീർ പഠനത്തിന് ആമുഖമായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു വിശ്വാസ പഠനം, അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു നിർത്തിയത് ഈമാൻ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ആ ഈമാൻ കാര്യങ്ങളിൽ തന്നെ അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, കിതാബുകളിലെ വിശ്വാസം എന്നീ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ വേഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇനി അതിനുശേഷം നാലാമത്തെ കാര്യമായ അൽ ഈമാനു ബി റുസൂലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുമാരിലുള്ള വിശ്വാസം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂലുമാര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാട്ടുകാരിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മാർഗദർശനം എത്തിച്ചു കൊടുക്കാൻ ചില ആളുകളെ ആ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗനിർദ്ദേശനം, ഹിദായത്ത്, ആ അധ്യാപനങ്ങൾ, വിധിവിലക്കുകൾ അത് ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുത്ത വ്യക്തിക്ക് മലക്കുകൾ മുഖേന അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ ആ വ്യക്തി അത് തൻ്റെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നബിമാർ എന്ന് നമ്മൾ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ലഭിക്കുന്ന മനുഷ്യന്മാർ, അവർക്കാണ് നബിമാർ എന്ന് പറയും. ഇങ്ങനെയുള്ള നബിമാർ എല്ലാ കാലഘട്ടത്തിലും അല്ലാഹ് പറഞ്ഞു, വൈം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഏതൊരു സമൂഹം ഉണ്ടോ അവിടെയൊക്കെയും ഒരു താക്കീതുകാരൻ കടന്നു വരാത്തതായി കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ സമൂഹങ്ങളിലേക്കും നബിമാരയക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാ കാലഘട്ടങ്ങളിലും നബിമാരയക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നബിമാരിലും വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മാത്രം പ്രത്യേകതയാണ്. അല്ലേ? നമ്മൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഓതുന്ന ആയത്തുകളാണ്. ആ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിന്റെ റസൂലുമാർക്കിടയിൽ നമ്മളൊരു വേർതിരിവ് കാണിക്കുകയില്ല. റസൂലുമാർക്കിടയിൽ വേർതിരിവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ജൂതന്മാരെയോ നസ്രാണികളെയോ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവർ ചില നബിമാരിൽ വിശ്വസിക്കുകയും മറ്റ് നബിമാരിൽ അവിശ്വസിക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഒക്കെ പോട്ടെ, നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുന്ന ആളുകളാണ് അവരൊക്കെ. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മൂസാ നബിയിലും വിശ്വസിക്കുന്നുണ്ട്, ഈസാ നബിയിലും വിശ്വസിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയിലും നൂഹ് നബിയിലും ആദം നബിയിലും, ഇങ്ങനെയുള്ള നമുക്ക് പേരായി എണ്ണി പഠിപ്പിച്ചെന്ന പ്രവാചകന്മാർ അതല്ലാത്ത മറ്റ് മൊത്തത്തിൽ മനുഷ്യ ചരിത്രത്തിൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഏകദേശം വന്നിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. അപ്പൊ ഇത്രയും പ്രവാചകന്മാർ, ഇവരിലൊക്കെയും ഒരു മുസ്ലിം വിശ്വസിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവരൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ്. അവർക്കൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് എന്താണെന്ന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരവരുടെ സമൂഹങ്ങൾക്കത് കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾക്കറിയോ, അത്ഭുതപ്പെടുത്തൊരു ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, ഖിയാമത്ത് നാളിൽ ഓരോ നബിമാരും, എന്നിട്ട് ഉദാഹരണമായിട്ട് നൂഹ് അലൈഹിസ്സലാമയുടെ അവസ്ഥ ഉദാഹരണം പറഞ്ഞു തരികയാണ്. നൂഹ് അലൈഹിസ്സലാമയെ ഖിയാമത്ത് നാൾ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് ചോദിക്കും,
ഞാൻ നിനക്ക് അവതരിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് നീ നിന്റെ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവതരിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നൂഹ് നബിയുടെ സമൂഹത്തിന് വിളിക്കും. എന്നിട്ട് ചോദിക്കും, എൻ്റെ ഈ അടിമ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും അറിവുകൾ എത്തിച്ചു തന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നൂഹ് നബിയുടെ സമൂഹം പറയും, ഇല്ല റബ്ബേ, ഇദ്ദേഹം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറയും. അപ്പൊ നൂഹ് നബി തിരിച്ചു പറയും, ഉണ്ട് റബ്ബേ, ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ചോദിക്കും, നിനക്ക് ആരെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഉണ്ട്. ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ഉമ്മത്തും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നൂഹ് നബി എത്രയോ നൂറ്റാണ്ടുകളും കഴിഞ്ഞു പോയ മനുഷ്യനാണ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ സമൂഹത്തിന് അദ്ദേഹം കൃത്യമായി ദീൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് അള്ളാഹു സാക്ഷിയായി നിർത്തുന്നത് ആരെയാണ്? നമ്മളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അദ്ദേഹത്തിന്റെ ഉമ്മത്തിനെയും. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. എല്ലാ നബിമാരും അവർക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും പെർഫെക്റ്റായി പൂർത്തീകരിച്ച ആളുകളാണ്. അവരൊരിക്കലും അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളാണോ അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചത് അതെല്ലാം പൂർണ്ണമായും എത്തിച്ചു കൊടുത്ത ആളുകളാണ് അവർ. അതേപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലെയും ആ നബിയുടെ കാലഘട്ടത്തിൽ ആ നബിയേക്കാൾ നല്ല ആള് വേറെ ഉണ്ടാവൂല. ഏറ്റവും മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ആളുകളാണ് അള്ളാഹു നബിമാരായി തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഇഷ്ടപ്പെടാനും അവരുടെ ചര്യകൾ ജീവിതത്തിൽ നടപ്പിലാക്കുവാനും അവരെ അനുകരിക്കാനും ഇതൊക്കെ ദീനുൽ ഇസ്ലാം വളരെയധികം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കറിയോ, ഖുർആനിൽ ഒരർത്ഥം ഒരാവർത്തി ഖുർആൻ അർത്ഥം പറഞ്ഞ് വായിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്, ഖുർആനിൽ കൂടുതലും ഭൂരിഭാഗവും ഹറാമു ഹലാലുകളല്ല. ഖുർആനിൽ മെജോറിറ്റിയും ഹറാമു ഹലാലുകളല്ല. ഇത് ചെയ്യരുത് എന്നുള്ള കൽപ്പനകളോ നിരോധനങ്ങളോ ഒന്നല്ല. ഖുർആനിൽ കൂടുതലുള്ളത് ചരിത്രങ്ങളാണ്. അത് നബിമാരുടെ ചരിത്രങ്ങൾ, ആ നബിമാരെ അനുസരിച്ച് കൂടെ നിന്ന ആളുകളുടെ ചരിത്രങ്ങൾ, അവരെ ധിക്കരിച്ച് എതിർത്ത് നിന്ന ആളുകളുടെ ചരിത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ ധാരാളമായി നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അല്ലാഹു ഖുർആൻ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അള്ളാഹ് പറയണം, ഈ നബിമാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹ് പറയണത് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകളാണ് അവര്. നമുക്കിത് എന്തിനാ ഈ ചരിത്രം പറഞ്ഞു തരുന്നത്? ആദം നബിയുടെയും നൂഹ് നബിയുടെ ഒക്കെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനാ? അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഫബി ഹുദാഹു മുഖ്ത, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹിദായത്തിൽ അവരെ നിങ്ങൾ പിൻപറ്റണം. എന്നുവെച്ചാൽ വെറുതെ ഒരു കൽപ്പന നമ്മളോട് കൽപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് എളുപ്പത്തിൽ ആ കൽപ്പന നടപ്പിലാക്കാൻ പറ്റുക എപ്പോഴാണെന്നറിയോ? ആ കൽപ്പന നടപ്പിലാക്കുന്ന നമ്മളെ പോലെ തന്നെ ഒരാളെ കാണുമ്പോൾ. അത് മനുഷ്യന്റെ സൈക്കോളജിയാണ്, മനുഷ്യന്റെ ഫിത്രത്താണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഖുർആനിൽ ഇത്രയും നബിമാരുടെ ചരിത്രങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നബിമാരെ നമ്മൾ എല്ലാ ആളുകളെക്കാളും മികച്ചവരാണ് എന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവും അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർ അവരുടെ സമൂഹങ്ങൾക്ക് അള്ളാഹു അവർക്ക് ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ നബിമാരുടെയും ദീന് ഒരേ ദീന് തന്നെയായിരുന്നു. നമ്മൾ ഈ നബിമാരെ പറ്റി പറയുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണെന്ത്? ആ നബിമാരുടെ പിൻഗാമികളാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകൾ അവർ പല കോലത്തിലാണ്.
അല്ലെ? തൗറാത്തിന്റെ ആളുകൾ ഒരു കോലത്തിൽ, ഇഞ്ചീലിന്റെ ആളുകൾ മറ്റൊരു കോലത്തിൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ നബിമാരെ ഇഷ്ടപ്പെടുക എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നബിമാരെ സംബന്ധിച്ച് അവരുടെ ആദർശത്തെ പറ്റി കൃത്യമായി ധാരണയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ നബിമാരും ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിച്ചത്. ഒരു നബി പോലും ഷിർക്കിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഒരു നബി പോലും ജനങ്ങൾക്ക് ഷിർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എല്ലാ നബിമാരും തൗഹീദിലേക്കല്ലാതെ ക്ഷണിച്ച ഒരു നബിയുമില്ല. നേരെ തിരിച്ചു പറഞ്ഞാൽ, ഒരാൾ തൗഹീദിലേക്കല്ല ക്ഷണിക്കുന്നതെങ്കിൽ അയാൾ നബി ആയിരിക്കൂല. എല്ലാ നബിമാരും തൗഹീദിലേക്ക് ക്ഷണിച്ച ആളുകളാണ്, എല്ലാ നബിമാരും. അതിപ്പോ നൂഹ് അലൈഹി ഇസ്ലാം മുതൽ തുടങ്ങി നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏത് നബിമാരെടുത്തു നോക്കിയാലും അവരൊന്നും ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളുകളല്ല. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, എല്ലാ നബിമാരുടെയും ദീന് ഒരൊറ്റൊരു ദീനാണ്. പിന്നെ ആ ദീന് മാറിയത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു, കിതാബുകളുടെ വിശ്വാസം പറഞ്ഞപ്പോൾ പറഞ്ഞു. അവർക്ക് കിട്ടിയ കിതാബുകളിൽ അവർ കൈകടത്തലുകൾ നടത്തി, അവർക്ക് താല്പര്യമില്ലാത്ത ഒഴിവാക്കി, താല്പര്യമുള്ളത് കൂട്ടിച്ചേർത്തു. അങ്ങനെ അങ്ങനെ ഈ ദീൻ എന്തായതാണ്? ഷിർക്കിന്റെയും മറ്റു വൃത്തികേടുകളുടെയും ദീനായി മാറിയതാണ്. അത് മൂസാ നബിയുടെ ദീനും അങ്ങനെ തന്നെ, ഈസാ നബിയുടെ ദീനൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവരും തൗഹീദിന്റെ ഈ വക്താക്കളാണ്, ഇമാമുമാരാണ്, നേതാക്കന്മാർ. എല്ലാവരും, എല്ലാ നബിമാരും അങ്ങനെ തന്നെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബിമാരെ ബന്ധപ്പെട്ടിട്ട്, ഈ നബിമാർക്ക് മാത്രമായി ചില പ്രത്യേകതകൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് മറ്റുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് നിശ്ചയിച്ചു കൊടുക്കും. അതിന്റെ ഒരുപാട് കാരണങ്ങൾ നിശ്ചയിച്ചു കൊടുക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ആളുകൾക്ക് ഉറപ്പ് വരാൻ, ഇദ്ദേഹം നബി തന്നെയാണ്, സാധാരണ മനുഷ്യനല്ല എന്ന തിരിച്ചറിവുണ്ടാകാൻ, അതേപോലെ തന്നെ ആ നബിയിൽ വിശ്വസിച്ച ആളുകൾക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അതിന് പിന്നിൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത്തരം അമാനുഷികമായ കാര്യങ്ങൾ മിക്ക നബിമാർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മൂസ അലൈഹിസ്സലാമിയുടെ വടി, അദ്ദേഹം ആടിനെ മേയ്ക്കുമ്പോൾ ചാരി നിന്നിരുന്ന ആ വടി കൊണ്ട് ഇലകൾ തല്ലിക്കൊഴിച്ചിരുന്ന ആ സാധാരണ വടി, ആ വടി അദ്ദേഹം നബി ആയതിനു ശേഷം നിലത്തിട്ട് കഴിഞ്ഞാൽ അത് പാമ്പായി മാറും. അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാം, ജന്മന കണ്ണ് കാണാത്ത ആളുകൾക്ക് കാഴ്ചശക്തി നൽകാറുണ്ട്. പാണ്ഡുരോഗമുള്ളവരെ പാണ്ഡുരോഗം മാറ്റാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മരിച്ചവരെ ജീവിപ്പിക്കലും, അങ്ങനെ ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ അത് നബിമാരിൽ പലർക്കും ഉണ്ട്. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. പിന്നെ അതിനുശേഷം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ നബിമാർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. പക്ഷെ ഈ നബിമാർക്കിടയിലും ശ്രേഷ്ഠതകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അല്ലാഹു ഖുർആൻ പറയും, തിൽക്കർ റുസുലു ഫദ്ദൽന ബഅദഹും അലാ ബഅദ്. ആ റസൂലുമാർ, അവരിൽ ചിലരെക്കാൾ മറ്റു ചിലർക്ക് നാം ശ്രേഷ്ഠത നൽകി എന്ന് അള്ളാഹു പറയാം. പക്ഷെ എല്ലാ നബിമാരും ഒരേ പദവിയിലുള്ളവരല്ല. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മികച്ച നബിമാർ, അവരെ ഖുർആനിൽ ഉലുൽ അസ്മ് എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. ഉലുൽ അസ്മ് എന്ന് പേരിട്ട്
ഏറ്റവും മികച്ച നബിമാർ അള്ളാഹു എണ്ണി പറയുന്നത് 5 ആളുകളാണ്. പക്ഷെ നബിമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 5 ആളുകൾ: ഒന്നാമത്തെ നൂഹ് അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം, പിന്നെ ഈസ അലൈഹിസ്സലാം, പിന്നെ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത്രയും നബിമാര്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉലുൽ അസ്ം എന്ന പേരിൽ അറിയപ്പെടുന്ന നബിമാർ, 5 നബിമാരും. വേറെ പല വിഷയങ്ങളുണ്ട്. ചുരുക്കത്തിൽ അടുത്ത ഭാഗത്തേക്ക് കടക്കാണ്. അടുത്ത ഭാഗം അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. അന്ത്യദിനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. ഒരാൾ മരണമാസന്നമാകുന്ന സമയത്ത് അവന്റെ റൂഹ് പിടിക്കാൻ മലക്കുകൾ കടന്നു വരുന്ന ആ സന്ദർഭം മുതൽ, അവിടെ മുതൽ തുടങ്ങി സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലും ആയിത്തീരുന്നത് വരേക്കുമുള്ള എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ, പ്രധാനപ്പെട്ടത് ചുരുക്കി പറയാം. ആ കാര്യങ്ങൾക്കെല്ലാം പറയുന്ന ഒറ്റൊരു പേരാണ് എന്ത്? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അപ്പൊ എന്താണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം? ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയെ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ വേഗത്തിൽ പറയാം. ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തത് റൂഹ് പിടിക്കുന്ന സന്ദർഭം. അള്ളാഹു നിശ്ചയിച്ച ആ സമയത്ത് തന്നെ മലക്കുൽ മൗത്ത് ഹാജരാവും. അവന്റെ കൂടെ കുറെ കൂട്ടാളികൾ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈമാനുള്ള ആളുകളെ റൂഹ് പിടിക്കാൻ വരുന്നതും ഈമാൻ ഇല്ലാത്തവരെ റൂഹ് പിടിക്കാൻ വരുന്നതും രണ്ട് രൂപത്തിലാണ്. ഹദീസിൽ കാണാം, ഒരുപാട് നന്മകൾ ചെയ്ത, തൗഹീദ് കുറ്റമറ്റതാക്കിയ, അങ്ങനെ നല്ലൊരു വ്യക്തിയെ റൂഹ് പിടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന രൂപം. അങ്ങനെ ഒരു എന്താ പറയാ, ഈ റൂഹിനെ, ഈ മലക്കുകളെ കാണുമ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യും? ശരീരം ഇറങ്ങിപ്പോകുന്ന രൂപത്തിൽ, ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കൊതിക്കുന്ന രൂപത്തിൽ, അത്രയും മികച്ച രൂപത്തിലാണ് ഈ മലക്കുകൾ കടന്നു വരിക. എന്ന് മാത്രമല്ല, ഈ റൂഹിനെ നേരെ കയ്യിലേക്ക് എടുക്കാതെ അവരെന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്നുള്ളൊരു വിരിപ്പിൽ, ഒരു കഫൻ പുടവയിൽ അതെന്ത് ചെയ്യും? അവരത് പൊതിയും. സ്വർഗത്തിൽ നിന്നുള്ളൊരു സുഗന്ധം അതിൽ പൂശും. പിന്നെ ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇവന്റെ പേര് ഇല്ലിയീൻ എന്ന് പേരുള്ള സ്വർഗക്കാരുടെ ലിസ്റ്റിൽ ഇവന്റെ പേര് എഴുതി വെക്കും. എന്നിട്ട് വീണ്ടും ഇവന്റെ ഖബറിലേക്ക് തന്നെ ഇവനെ തിരിച്ചു കൊണ്ടുവരും. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2 മലക്കുകൾ, മുൻകർ എന്നും നക്കീർ എന്നും പേരിൽ 2 മലക്കുകൾ, അവർ കടന്നു വരികയും 3 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആൾ ഒരു പ്രയാസമില്ലാതെ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു സാമ്പിള് ആസ്വദിച്ച് ഖബറിൽ കഴിയും. എന്നാൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരാൾ, അയാൾക്ക് അങ്ങേയറ്റത്തെ പ്രയാസമായിരിക്കും ഖബറിൽ ഉണ്ടാവാം. നരകത്തിനൊരു സാമ്പിൾ എന്ന് പറയുന്ന പോലെ അവൻ അവിടെ പ്രയാസപ്പെടും ഖബറിൽ. ഈ ഒരു പ്രയാസവും അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹവും, ഖബറിലെ പ്രയാസവും അനുഗ്രഹവും, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരാൾ ഇപ്പൊ മരണപ്പെട്ടു, ഈ ലോകം മൊത്തം അവസാനിച്ച് തകർന്ന് തരിപ്പണമെന്ന് 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ
ഈ 10 വർഷവും ഈ ഖബറിലെ ശിക്ഷ അല്ലെങ്കിൽ അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹം അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് ഹദീസ്. എന്തു ചെയ്യും? എല്ലാ ആളുകളും സൃഷ്ടികളും തകർന്ന് തരിപ്പണാവും. എല്ലാം അള്ളാഹ് പറഞ്ഞ കുല്ലുമൻ അലൈഹ ഫാൻ, അതിന്റെ മുകളിലുള്ളതെല്ലാം നശിക്കും. അങ്ങനെ എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം ആദ്യം തുടക്കത്തിലുണ്ടാവും. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ജീവനുള്ളതെല്ലാം ഒന്നും ബാക്കിയില്ലാതായി. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ രൂപം വേറൊരു രൂപത്തിലായി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഞാൻ ചുരുക്കി പറയണം. അങ്ങനെ എല്ലാം തകർത്തരിപ്പണമായി എല്ലാവരും മരണപ്പെട്ടതിന് ശേഷം കുറേ സമയം കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇവരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ, ലോകാവസാനത്തിന് തൊട്ട് മുമ്പ്, ഇതെല്ലാം തകർന്ന് തരിപ്പണമാവും തൊട്ട് മുമ്പ് ജനിച്ച ആള് വരേക്കും, ആദം അലൈഹിസ്സലാം മുതൽ ഈ ഇവിടം വരേക്കും. അങ്ങനെ ഓരോരുത്തരും ഒരാൾ പോലും വിട്ടൊഴിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം വീണ്ടും ജീവിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഹുഫാതൻ ഉറാതൻ ഗുർല, ചെരുപ്പ് ധരിക്കാത്തവര്, വസ്ത്രം ധരിക്കാത്തവര്, അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത, ഈ 3 അവസ്ഥയിലാണ് ഖിയാമത്ത് നാൾ ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഹദീസ് നമ്മൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രദ്ധിക്കണം, ആ ദിവസം അതിന്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് ഈ ഹദീസ് ഉപകരിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുക, അള്ളാഹുന്റെ റസൂലെ, ആ സന്ദർഭത്തിൽ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവൂലേ? പക്ഷേ ഒന്നും ധരിക്കാതെയല്ലേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ചെരുപ്പ് ധരിച്ചിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, ഒന്നും ധരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ ഈ ആയിഷ റളിയല്ലാഹു അൻഹ സംശയം എന്താന്ന് വെച്ചാൽ, ഇങ്ങനൊരു അവസരത്തിൽ, സാഹചര്യത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ അംറു അശദ്ദു മിൻ ദാലിക് യാ ആയിഷ. ആയിഷ, കാര്യം നീ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഗൗരവമുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ദുനിയാവിലെ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരു ചെറിയൊരു മറ പോലും ഇല്ല, ഒരു മരമില്ല, മലയില്ല, കെട്ടിടമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്ന് തല ഉയർത്തിക്കഴിഞ്ഞാൽ പരസ്പരം കാണാൻ ആയിരുന്നിട്ട് കൂടെ ഒരാളും മറ്റൊരാളുടെ വിഷയം ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പൊ ഈ ഒരു അവസരം വളരെയധികം നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു അവസരമാണ് ഖിയാമത്ത് നാളെന്നുള്ളത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? വിചാരണ ആരംഭിക്കുന്നതും മീസാനിൽ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കുടിക്കപ്പെടുന്നതും സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും
അവസാനം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും. ഇതൊക്കെയും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടും. ഇത് ഓരോന്നും വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അധികം വിശദീകരിക്കാത്തത്. അതിനുശേഷം അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിലെ നന്മയിലും തിന്മയിലും ഉള്ള വിശ്വാസം. ഖദറിലെ നന്മയിലും തിന്മയിലും ഉള്ള വിശ്വാസം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? 4 കാര്യങ്ങളാണ്. നമ്മളത് പഠിച്ചു വെക്കണം. ഈ 4 കാര്യങ്ങൾ ഒരാൾ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ, അത് അവന്റെ വിശ്വാസമായി അവൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഖദറുള്ള വിശ്വാസം ശരിയായ വിശ്വാസമാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഒരാൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ വിശ്വാസം ശരിപ്പെടുത്തുകയും ചെയ്താൽ അവന്റെ ഖദറിലുള്ള വിശ്വാസം ശരിയായ രൂപത്തിലാവും. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസം. എല്ലാ കാര്യങ്ങളും, അതിപ്പോ നടക്കുന്നതാണെങ്കിലും നടന്നു കഴിഞ്ഞതാണെങ്കിലും നടക്കാൻ പോകുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിനോട് എഴുതാൻ കൽപ്പിക്കുകയും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഖലം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ കാര്യം അത് ഖലമിനോട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോഴല്ലാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോഴല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും സംഭവിക്കുകയില്ല. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഈ ദുനിയാവിലെ എല്ലാ ആളുകളും കൂടി ചേർന്നിട്ട് നമുക്കൊരു ഖൈർ എത്തിക്കാൻ ഉദ്ദേശിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആണെങ്കിൽ ഈ ഖൈർ നമുക്ക് എത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച പ്രകാരം ആ ഖൈർ നമ്മളിലേക്ക് എത്തുകയില്ല. ഇതേപോലെ നേരെ തിരിച്ചും, ദുനിയാവിലെ എല്ലാ സൃഷ്ടികളും കൂടെ ചേർന്ന് നമ്മളിലേക്ക് ഒരു ഷർ എത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് ഒരു തരി ഷർ കൂടുതൽ ചെയ്യാൻ ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നുവെച്ചാൽ റബ്ബ് എന്താണോ ഉദ്ദേശിക്കുന്നത് നടക്കും, റബ്ബ് ഉദ്ദേശിക്കാത്ത നടക്കുകയുമില്ല. നാലാമത്തെ കാര്യം എന്നുള്ളത്, എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്.
ഈ 4 കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിശ്വസിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഖദറിലുള്ള വിശ്വാസം അത് പൂർത്തിയാകും. അതോടുകൂടെ 6 ഈമാൻ കാര്യങ്ങൾ അവസാനിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ. അതിൽ 2 ചോദ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. 3-ാമത്തെ ചോദ്യം വൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? അൻ പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യും. നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യാം. എന്നിട്ട് പറഞ്ഞു ഫൈൻ ലം തകുൻ തറാഹു ഫൈന്നഹു യറാക്ക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇഹ്സാൻ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ദീനിന്റെ 3-ാമത്തെ മർത്തബയാണ്. ദീനിന്റെ 3-ാമത്തെ മർത്തബയാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അപ്പൊ ഈ 3-ാമത്തെ മർത്തബയിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ധാരാളം പ്രാർത്ഥിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ നിലനിന്നാൽ പോരാ, എനിക്ക് ഇഹ്സാൻ എന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം ഇസ്ലാമിനെ പറ്റി ചോദിച്ച്, പിന്നെ ഈമാനെ പറ്റി ചോദിച്ചു, പിന്നെ ഇഹ്സാനെ പറ്റി ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട്, നമ്മൾ അവനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുമോ അതുപോലെ അത്രയും പെർഫെക്റ്റ് ആക്കാൻ നമ്മളെല്ലാ ഇബാദത്തുകളിലും ശ്രദ്ധ കൊടുക്കണം. ഇനി നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ നടക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഈമാൻ അത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മുടെ ഇസ്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത് ഇഹ്സാൻ എന്ന പദവിയിൽ തന്നെ നിലനിർത്താൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനുശേഷം 4-ാമത്തെ ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് മതസ്സാഅ, എപ്പോഴാണ് ലോകം അവസാനിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യമാണെന്ത്? 4-ാമത്തെ ചോദ്യം മതസ്സാഅ, എപ്പോഴാണ് ലോകം അവസാനിക്കുക? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമാകുന്ന അതിന്റെ സമയം എപ്പോഴാണ്, അതിന്റെ തീയതി എപ്പോഴാണ്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട വ്യക്തിയേക്കാൾ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ആൾക്ക്, ചോദിച്ച താങ്കളേക്കാൾ ഈ വിഷയം ചോദിക്കപ്പെട്ട എനിക്ക് കൂടുതൽ അറിവില്ല. എന്നുവെച്ചാൽ താങ്കളെ പോലെ തന്നെ എനിക്കും അത് അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനും അറിയില്ല എപ്പോഴാണ് ലോകം അവസാനിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കുക എപ്പോഴാണ് എന്ന് അവർക്കറിയുകയില്ല. അത് അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം 5-ാമത്തെ ചോദ്യം ചോദിക്കുന്നത് മാ അമാറാത്തുഹ, അതിന്റെ
അടയാളങ്ങൾ, പക്ഷെ കൃത്യമായ തീയതി നമുക്കറിയില്ല. അപ്പോൾ അതിന് എത്താനായി, ആവാനായി എന്ന് അറിയിക്കുന്ന എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് രണ്ട് അടയാളങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമത്തത് അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ് ഒന്നാമത്തെ അടയാളം. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കാറിന് ഒരുപാട് അർത്ഥങ്ങൾ ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട അർത്ഥങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കളെ മക്കൾ അടിമകളെ ദ്രോഹിക്കുന്നത് പോലെ ദ്രോഹിക്കുക എന്നുള്ളത്. പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണം വാൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിയാ അഷായി യതതാവലൂന ഫിൽ ബുന്യാൻ എന്ന് വെച്ചാൽ ആട് മേയ്ക്കുന്ന, ചെരുപ്പ് ധരിക്കാനില്ലാത്ത, വസ്ത്രം ധരിക്കാനില്ലാത്ത അങ്ങനത്തെ കുറച്ച് ആളുകൾ. ശ്രദ്ധിക്കണേ, അവർക്ക് കാര്യമായ വസ്ത്രമില്ല, കാര്യമായ ചെരുപ്പില്ല, കാര്യമായ സമ്പത്തൊന്നുമില്ല. ഒട്ടകം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു അളവാണ്. ഒട്ടകമല്ല, അഫ്വാൻ, ആടെന്ന് പറയുന്നത് വളരെ ചെറിയ ആടുകളെ മേയ്ക്കുന്ന ആളുകൾ. ആട് സമ്പത്തിന്റെ ഏറ്റവും ചെറിയ അളവാണ് ആടെന്ന് പറയുന്നത്. കുറച്ചുകൂടി സമ്പത്തുള്ള ആളുകൾക്ക് വലിയ കന്നുകാലികൾ ഉണ്ടാവും. അതിനേക്കാളും സമ്പത്തുള്ള ആളുകൾക്ക് ഒട്ടകമുണ്ട്. അങ്ങനെയാണ് അറബികളുടെ രീതി. അപ്പൊ ആട് മേയ്ക്കുന്ന ആളുകൾ, അത് തന്നെ അവർക്ക് കാര്യമായ വസ്ത്രമില്ല, ചെരുപ്പില്ല, അങ്ങനത്തെ അത്രയും പ്രയാസമുള്ള ആ അവസ്ഥയിലുള്ള ആളുകൾ, അവരുടെ അവസ്ഥ പെട്ടെന്ന് എന്ത് ചെയ്യും, ചേഞ്ച് ആവും, മാറി മറിയും. എങ്ങനാവും? യതതാവലൂന ഫിൽ ബുന്യാൻ, അവർ ഇതേ ആളുകൾ, ഈ ആട്ടിടയന്മാർ കെട്ടിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയരം ആരാണ് നിർമ്മിക്കുക എന്ന് മത്സരിക്കുന്നതിലേക്ക് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉയരത്തിൽ ഏറ്റവും ഉയരം ആർക്കാണ്? അല്ല, ഇന്നിപ്പോ ആ മത്സരം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ മത്സരം നടക്കുന്ന ഈ നാട്ടുകാർ അല്ലെങ്കിൽ ആളുകൾ, അവരുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ, നിങ്ങൾ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ അതേ വിശേഷണമായിരുന്നു, അതേ അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നു. അത് ഒരുപാടൊന്നും നമ്മൾ മുന്നോട്ട് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. കുറച്ചു കാലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 150-200 വർഷമൊക്കെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആളുകളുടെ അവസ്ഥ ഇന്ന് ഈ ഈ രൂപത്തിൽ കെട്ടിടങ്ങൾ ഉയർത്തുന്നതിൽ പരസ്പരം മത്സരിക്കുന്ന അത്രയും, അത് സമ്പത്ത് കൂടിയിട്ടാണ്. സമ്പത്ത് അത്രയും വർദ്ധിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, അത് ഈ തരത്തിൽ അവർ ചെലവഴിക്കുകയാണ്, മോശപ്പെട്ട രൂപത്തിൽ. അപ്പൊ തീരെ സമ്പത്തില്ലാത്ത ആളുകളായിരുന്ന അവർ നല്ലോണം വലിയൊരു സമ്പത്തിന് ഉടമകളായിത്തീരും. ഇതൊക്കെ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ട അടയാളങ്ങളാണ്. എന്ന് വെച്ചാൽ ലോകം അവസാനിക്കാറായിട്ടുണ്ട്. ലോകം അവസാനിക്കാൻ അതിന്റെ സമയം അടുത്തായിട്ടുണ്ട്. കാരണം അത് ആവാനായാൽ ഉണ്ടാകുന്ന അടയാളങ്ങളൊക്കെയും, അതിൽ വളരെ ചുരുക്കം ചില അടയാളങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ലോകം അവസാനിക്കാറായി നിൽക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ 5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ആകത്തുക വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു ഹദീസാണ്. ഇനി അതിനുശേഷം നമ്മുടെ ഈമാൻ കാര്യങ്ങളെ പറ്റി പഠിച്ചതിന് ശേഷം ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ എന്നുള്ളത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്.
ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് കാറ്റഗറികൾ, ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. പല കക്ഷികളും ഗ്രൂപ്പുകളും പലതരത്തിലുള്ള വേർതിരിവുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസം വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകളാണ് ഇവരൊക്കെയും. പക്ഷെ സ്വഹാബത്ത് വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവർക്കിടയിൽ ഉണ്ടായത് ഒരുമയാണ്. സ്വഹാബത്ത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം സ്വീകരിച്ചപ്പോൾ അവർക്കെല്ലാവരിലും ഉണ്ടായിത്തീർന്നത് ഒരുമ എന്നുള്ള അവസ്ഥ. എല്ലാവരും ഒറ്റക്കെട്ടായി, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി തീർന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുപാടും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവർ ഒരേ വിശ്വാസത്തിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടായിരുന്നിട്ട് കൂടെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ നമുക്ക് അത് നേരത്തെ കൂട്ടി അറിയിച്ചു തന്നിട്ടുള്ളൊരു വിഷയമാണ്. എന്ത്? ഈ ഉമ്മത്ത് ഇതുപോലെ പല കഷ്ണങ്ങളാകും, പല വിഭാഗങ്ങളാകും, അവർക്കിടയിൽ ഒരുപാട് ചേരിതിരിവുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ കൂട്ടി അറിയിച്ചു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻ എന്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഫ്തറഖത്തിൽ യഹൂദു അലാ ഇഹ്ദാ വസബഈന ഫിർഖ. നസാറാക്കൾ 71 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഇഫ്തറഖത്തിൽ യഹൂദു അലാ ഇഹ്ദാ വസബഈന ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞു. വഫ്തറഖത്തിൻ നസാറ അലാ സിൻതൈനി വസബഈന ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു. എന്നിട്ട് പറയണ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ സലാസിൻ വസബഈന ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. അന്ന് പറഞ്ഞു തരികയാണ്, 73 വിഭാഗങ്ങളായി പിരിയും. അന്ന് പിരിഞ്ഞിട്ടില്ല. അന്ന് സ്വഹാബത്ത് ഒറ്റക്കെട്ടാണ്, ഒരേ ആദർശം, ഒരേ നിലപാടുകൾ. അപ്പോ ഈ ഉമ്മത്ത് ഈ അവസ്ഥയിൽ നിന്ന്, ഈ ഒരുമയിൽ നിന്ന് വീണ്ടും ഭിന്നിക്കും എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്തെന്നറിയോ? കുല്ലുഹാ ഫിന്നാർ. ഈ വിഭാഗങ്ങളൊക്കെയും, ഈ കക്ഷികളൊക്കെയും നരകത്തിലാണ്, ഇല്ല വാഹിദ്, ഒരു വിഭാഗം ഒഴികെ. അപ്പൊ സഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആരാണ് അവര് ആ നരകത്തിൽ പെടാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന? അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുക്കുന്നത്, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, അതിൽ ആരൊക്കെ ഉണ്ടോ, അതിൽ ആരൊക്കെ തുടരുന്നുണ്ടോ, അതിലായിക്കൊണ്ട് ആരൊക്കെ മരണപ്പെടുന്നുവോ, അവരാണ് നരകത്തിൽ പെടാതെ രക്ഷപ്പെടുന്ന ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഈമാൻ ശരിയായ ഈമാനായി, റബ്ബിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന ഈമാനായി തീർക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി, നമ്മുടെ ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ ഈമാനാക്കുക. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. നമ്മുടെ ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ ഈമാൻ, നമ്മുടെ വിശ്വാസം, ആദർശ നിലപാടുകൾക്ക് അതേ സെയിം, ഒരു വ്യത്യാസം വരാതെ ആക്കി തീർക്കുക.
ഇതാണ് നമുക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഈ വർത്തമാന കാലത്തെ ഈ ഒരു പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അതാ, ഒരേ ഒരു സൊല്യൂഷൻ അതാ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അള്ളാഹ് പറയുന്നു, സുഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് പറയാം. അപ്പൊ സ്വഹാബത്തിന്റെ അതേ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായ ഈമാനായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിവിടെ പറയാൻ കാരണം നമ്മളൊരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം, ഒരു ആത്മവിചാരണയ്ക്ക് നമ്മൾ തയ്യാറെടുക്കണം. എൻ്റെ വിശ്വാസവും ആദർശവും നിലപാടുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിട്ടേച്ചു പോയ, അവരെ തൃപ്തിപ്പെട്ട് വിട്ടേച്ചു പോയപ്പോൾ ആ സഹാബത്തിന് ഉണ്ടായിരുന്ന അതേ ആദർശങ്ങൾ തന്നെയാണോ, നിലപാടുകൾ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയിട്ടല്ലാതെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്ന വാക്ക് എല്ലാവരും നരകത്തിലാണ് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അവരൊക്കെ ഈമാനില്ലാത്ത ആളുകളാണ്, അവരൊക്കെ കാലാകാലം നരകത്തിലാണ്, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അവരൊക്കെ അവരുടെ തൗഹീദ് കുറ്റമറ്റതാണെങ്കിൽ, അവരുടെ ഈമാൻ ശരിയായ ഈമാൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് ഒരു സമയത്ത് പുറത്തേക്ക് എത്തിയിരിക്കും. അവരൊരിക്കലും നരകത്തിൽ ശാശ്വതരാവൂല. പക്ഷേ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് നരകത്തിൽ പോയിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ? നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നരകത്തിൽ കടക്കാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ ആക്കി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു സ്വഹാബത്തിന് തൃപ്തിപ്പെട്ടതുപോലെ നാം ഓരോരുത്തരെയും തൃപ്തിപ്പെടുമാറാവട്ടെ. അതിന് ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മുടെ തഫ്സീറിന്റെ ക്ലാസ് ആരംഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ ആ ഒരു പഠനം പൂർത്തീകരിക്കാനും അങ്ങനെ ഇത് റബ്ബിന്റെ അടുക്കൽ ഒരു സ്വാലിഹായ പ്രവർത്തനമാക്കി തീർക്കുവാനും അവൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.